ഹായ്, ഞാൻ ഡോക്ടർ ഫോക്സ്. ഇന്ന് നമ്മളെ അൺറിയൽ എഞ്ചിൻ സ്റ്റാർട്ടർ ട്യൂട്ടോറിയൽ സീരീസിന്റെ നാലാമത്തേതിലെ പാർട്ട് ബി. നാലാമത്തെ പാർട്ട് ബി ആണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ബ്ലൂ പ്രിന്റിന്റെ കുറച്ച് പ്രോഗ്രാമിംഗ് ഭാഗം, നമ്മൾ കോഡിംഗ് ഇല്ലാതെ എങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യാന്നുള്ളതിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുക. ഈ ഒരു വീഡിയോയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാറ്റർഡേ തന്നെ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. ഈ സാറ്റർഡേ തന്നെ നമ്മൾ ഒരു ലൈവ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലൈവിൽ നമ്മൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും ആ ലൈവ് അറ്റൻഡ് ചെയ്യുക. ഈ കുറെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ലൈവ് വീണ്ടും വന്ന് ആ വീഡിയോ പബ്ലിക് ആയിരിക്കും, അത് കാണുക. സോ ഒരുപാട് ലാഗ് അടിപ്പിക്കണ്ട. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ BP-DOR എന്ന് പറഞ്ഞ ഒരു ബ്ലൂ പ്രിന്റ് അസറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി ഗെയിമിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ പോയിട്ട് ഇവിടെയാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. എല്ലാം കൂടെ വൈറ്റ് ആയിട്ട് കാണാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിപ്പോ കളറിങ്ങിനെ പറ്റി പഠിക്കാത്തതുകൊണ്ട് എനിക്കിതിപ്പോ മാറ്റാൻ കോലല്ല. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അത് ചേഞ്ച് ചെയ്യാം. ഇന്ന് നമ്മൾ പോകുന്നത് ഈ BP-DORന്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ്. നമ്മൾ BP-DOR ഓപ്പൺ ചെയ്യാണ്. BP-DOR ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ വിൻഡോയിലേക്ക് ആയിരിക്കും നേരെ ഓപ്പൺ ആയി വരിക. നിങ്ങളുടെ ഇനി നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചാണെങ്കിൽ ഈ വ്യൂ പോർട്ടിലായിരിക്കും ഉണ്ടാകാം. രണ്ടായാലും നമ്മൾ ഇന്ന് പോകേണ്ടത് ഈ വ്യൂ പോർട്ടിൽ നിന്ന് മാറി ഇവന്റ് ഗ്രാഫ് എന്നുള്ള ഈ ഗ്രാഫിലേക്ക് തന്നെയാണ്. നമ്മൾ ഇതുവരെ ഇതാണെങ്കിൽ തിരിച്ചു പോകാന്ന് പറഞ്ഞ ഈ ഗ്രാഫിലാണ് നമ്മൾ പോവുക. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് നടക്കുക. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിംഗ് നമ്മളൊരു കോഡിംഗ് അല്ല, നമ്മൾ ടെക്സ്റ്റ് കൊണ്ട് എഴുതുന്ന കോഡിംഗ് അല്ല, ഒരു ചിത്രം വരച്ചിട്ടുള്ള പരിപാടിയാണെന്ന് ഞാൻ മുമ്പേ പറയാറുണ്ടായിരുന്നു. ആ ഏരിയയാണിത്. ഇവിടെയാണ് നമ്മൾ ആ ചിത്രം വരയ്ക്കൽ. ഒരു ഫ്ലോ ചാർട്ട് വരച്ചിട്ടാണ് നമ്മൾ ഇവിടെ കോഡിംഗ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ഫ്ലോ ചാർട്ട് ഒക്കെ എഴുതി, അതുപോലത്തെ ഒരു ചാർട്ട് വരച്ചിട്ടാണ് ഇവിടെ പ്രോഗ്രാം ചെയ്യുക. നമുക്ക് അതിന്റെ ഒരു ഉദാഹരണം കാണാം. ഞാൻ തിരിച്ച് നമ്മുടെ ന്യൂ മാപ്പിൽ പോവാണ്. ന്യൂ മാപ്പിൽ പോകണമെന്നില്ല, നമ്മുടെ കണ്ടന്റ് ബ്രൗസറിലേക്ക് പോവാണ്. കണ്ടന്റ് ബ്രൗസറിൽ കണ്ടന്റ്സിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയ 2 ഫോൾഡർ ഉണ്ട്. അതല്ലാതെ 3 ഫോൾഡർ നമുക്ക് അൺറിയൽ എഞ്ചിൻ നമ്മുടെ ക്യാരക്ടറിന് ലോഡ് ചെയ്തപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തേതിൽ നമ്മുടെ ക്യാരക്ടറിന്റെ സ്റ്റാറ്റിക് ആക്ടർ ആണുള്ളത്. അതിന്റെ ഉള്ളിലുള്ളത് നമുക്കിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ ഇപ്പം പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. അതിനുള്ളിലുണ്ട്, അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് പിന്നെ കാണാം. പിന്നെ നമുക്ക് ലെവൽ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആണുള്ളത്. ഇതിപ്പോ നിങ്ങൾ കാര്യമാക്കട്ടെ, ഒരു ഡീഫോൾട്ട് മാപ്പ് ക്യാരക്ടറിന്റെ കൂടെ വരുന്നുണ്ട്. അതിനുള്ള ആവശ്യമുള്ള ഫയൽസ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതുമാണ്. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ഫോൾഡർ കാണാം. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ക്യാരക്ടറിന്റെ ബ്ലൂ പ്രിന്റ് ഉള്ളത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന്റെ ഉള്ളിൽ 3 ഫോൾഡറിന് ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, മാപ്സ് എന്നുണ്ട്. മാപ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചുമ്മാ ഒരു മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ മാപ്പ്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ കീബോർഡിൽ ഈ ബട്ടൺ ഞെക്കുമ്പോൾ അത് സംഭവിക്കണം എന്നുള്ള രീതിയിലൊരു സാധനം ഇതാക്കുന്നതാണ്. അത് നമ്മൾ പിന്നീട് കാണും. ബ്ലൂ പ്രിന്റ്സ് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവിടെ നമുക്ക് 2 ബ്ലൂ പ്രിന്റുകൾ കാണാം. ഒന്ന് BP തേർഡ് പേഴ്സൺ, ഇതാണ് നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ. BP തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം കൂടിയാണ് BP തേർഡ് പേഴ്സൺ ഗെയിം മോഡ്. അതാണ് നമ്മൾ ആദ്യം വേൾഡിലേക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇത് ഓൺ ആക്കി കഴിഞ്ഞാലേ വരുള്ളൂ എന്ന് പറഞ്ഞ ഈ സാധനം. അതും നമ്മൾ ഇപ്പോൾ ലീവ് ചെയ്യാണ്. നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ തേർഡ് പേഴ്സൺ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഡബിൾ ക്ലിക്ക് അടിച്ചാൽ ഓപ്പൺ ആയി വരും. അത് ഞാൻ ഇവിടെ തൽക്കാലം ഡോക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഇവന്റ് ഗ്രാഫിലേക്കാണ് ഓപ്പൺ ആയിട്ടുള്ളത്. വ്യൂ പോർട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ തേർഡ് പേഴ്സൺ ഇങ്ങനെ ബ്രീത്ത് ഒക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ചെറിയ മൂവ്മെന്റ് ഒക്കെ ഉണ്ട്, ബ്രീത്തിങ് മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ സ്ക്രിപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാങ്ക് ആണ്. നമുക്ക് അവിടെയും ഇടാം. എന്തിനാണ് അവിടെ കോഡ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് കാണാം. നമ്മളിപ്പോൾ നോക്കുന്നത് ഇവന്റ് ഗ്രാഫിലേക്കാണ്. ഇവന്റ് ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാം. ഒരു 3-4 ഫ്ലോ ചാർട്ടുകൾ കാണാം. ഒരു ഫ്ലോ ചാർട്ട് അല്ല, 3-4 ഫ്ലോ ചാർട്ടുകൾ നമുക്ക് ഇവിടെ കാണാം. ഞാനിത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് നീക്കി വെക്കുകയാണ്. 1, 2, 3, 4. ഓക്കെ, അങ്ങനെ 4 ചാർട്ടുകൾ ഉണ്ട്. ആ ചാർട്ടുകൾ ഓരോന്നും പറയുന്നത് ഈ ക്യാരക്ടർ. ഇപ്പൊ നമ്മൾ ഈ കീ ഞെക്കുമ്പോൾ ഓടണം എന്ന് പറയുന്നുണ്ട്. ഇത് തൽക്കാലം നമുക്ക് ഇപ്പൊ ഇഗ്നോർ ചെയ്യാം. നമ്മൾ അത് കാണും എന്താണെന്നുള്ളത്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാമറ ഇൻപുട്ട് എന്ന് കാണാം. ഇതാണ് നമ്മുടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും നോക്കണം. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടറിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളതിന്റെ കോഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്യാമറ ഇൻപുട്ട്. അത് നമുക്കിന്ന് കാണും. ലെഫ്റ്റ് റൈറ്റ് തിരിയാനുള്ളത്, അപ്പ് ഡൗൺ തിരിയാനുള്ളത്. ഈ ഒരു 3 നോഡുകൾ കൊണ്ട് ഈ ഒരു സാധനത്തിന് നോഡ് എന്ന് വിളിക്കും. 3 നോഡുകൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തത് കൊണ്ടാണ് ഈ ക്യാമറ കൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നത്. അതെവിടെ കണക്ട് ചെയ്യണം, എന്തിന് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടതുള്ളൂ. താഴെ നോക്കുകയാണെങ്കിൽ മൂവ്മെന്റ് ഇൻപുട്ട് ഉണ്ട്. ഇതാണ് നമ്മൾ WASD എന്ന ബട്ടണിൽ ലെഫ്റ്റ് റൈറ്റ് പോകാനുള്ളത്, മുന്നോട്ട് ബാക്കോട്ടേക്ക് പോകാനുള്ളത്. അത് നമ്മുടെ ഇതിനേക്കാൾ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയി, എന്നാലും വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിമ്പിൾ ആയിട്ടൊരു 3 നോഡുകൾ കൊണ്ട് ലെഫ്റ്റും റൈറ്റും, 3 നോഡുകൾ കൊണ്ട് ഫ്രണ്ടും ബാക്കും, പിന്നെ നമ്മുടെ കീക്ക് വേണ്ടിയുള്ള ഒരു കോഡ്. താഴെ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടർ ജമ്പ് ചെയ്യുന്നത്, സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ, സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ജമ്പ് ചെയ്യാനുള്ള കോഡാണ് താഴെ കാണുന്ന ഈ കോഡ്.
അതിലും 2 നോഡുകൾ, ഒരു ഇൻപുട്ട് നോഡിനെ പറ്റി നമ്മളൊന്ന് കാണും. സോ ഇതാണ് ഒരു ബ്ലൂ പ്രിന്റിന്റെ മെത്തേഡ്. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ലുക്കിലേക്കൊക്കെ പോകും. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും കൂടി അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ കാണാം. ഇനി നമുക്ക് തിരിച്ച് BP ഡോറിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അവിടെ ഇവന്റ് ഗ്രാഫിന്റെ ഉള്ളിൽ 3 നോഡുകൾ ഉണ്ട്. ആ 3 നോഡ് ഇപ്പോൾ ഗ്രേഡ് ഔട്ട് ആണ്, കാരണം ഈ 3 നോഡും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അത് ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. അതിൽ ഇപ്പൊ അത്യാവശ്യമില്ലാത്ത ഒരു നോഡ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ഈ 2 നോഡുകൾ മാത്രം കീപ്പ് ചെയ്യാം. ഈ 2 നോഡിന്റെ കളറും അതേപോലെ നമ്മുടെ ഇവിടുത്തെ എല്ലാ നോഡിന്റെ സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറയുന്നത് ഈ നോഡുകളാണ്. ഈ നോഡിനൊക്കെ കളർ ഇരിക്കുന്നത് റെഡ് കളറാണ്. ഈ റെഡ് കളർ നോഡുകൾ, റെഡ് കളർ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ ഈ ബാറിന് റെഡ് കേട്ടോ, വേറെ ടൈപ്പ് ഓഫ് റെഡ് കളേഴ്സ് ഒന്നും ഇല്ല എന്നല്ല. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് റെഡ് നോഡുകൾക്ക് നമ്മൾ ഇവന്റ് നോഡുകൾ എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി ട്രിഗർ നോഡുകൾ എന്ന് വിളിക്കാം. അതായത് നമ്മളൊരു ബൾബ് കത്തണം എന്നാണ് പ്രോഗ്രാം ചെയ്യുന്നത്, പക്ഷെ അത് എപ്പോൾ കത്തണം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ട്രിഗർ ചെയ്യണം. നമ്മൾ ഗണ്ണിന്ന് ബുള്ളറ്റ് പോകണമെങ്കിൽ നമ്മൾ അതിന് ട്രിഗർ വലിക്കണം, കാഞ്ചി വലിക്കണം. ബൾബ് കത്തണമെങ്കിൽ സ്വിച്ച് ഇടണം, അല്ലെങ്കിൽ ഒരു സാധനം പൊട്ടി വീഴണമെങ്കിൽ അതിനൊരാൾ വന്ന് അവിടെ അതിന്റെ മുകളിൽ ഇടിക്കണം. നമ്മൾ കീബോർഡ് മേലെ ഏതെങ്കിലും ഒരു കീ ഞെക്കണം. അതായത് ഒരു ട്രിഗർ പോയിന്റ് ഉണ്ട്, എപ്പോഴാണ് ഇത് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ് ഈ ഇവന്റ് നോഡുകൾ ഉള്ളത്. അതിൽ ഇവന്റ് ബിഗിൻ പ്ലേ എന്ന് പറയുന്ന നോഡാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ ഇവന്റ് ടിക്ക് എന്ന് പറയുന്ന ഒരു നോഡ് കൂടി ഉണ്ട്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും, കാരണം അത് കുറച്ച് കാൽക്കുലേഷൻ കൂടുതലുള്ള ഒരു നോഡാണ്. അതെന്തുകൊണ്ടാന്നൊക്കെ നമുക്ക് പിന്നെ കാണാം. ഏതായാലും ഇപ്പൊ 2 നോഡുകൾ അവിടെ ഉണ്ട്, രണ്ടും ട്രിഗർ നോഡുകളാണ്. അതിൽ ആദ്യത്തെ ട്രിഗർ നോഡ് പറയുന്നത് ഇവന്റ് ബിഗിൻ പ്ലേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്നൊരു ട്രിഗർ വരും. ഇതൊരു സ്വിച്ച് ഇട്ട പോലെ നമുക്ക് ഇതിനൊരു ഇലക്ട്രിസിറ്റി സെറ്റപ്പിലേക്ക് കാണാം. ഇവിടുന്ന് ഒരു കറണ്ട് പാസ് ചെയ്യും. ഈ കറണ്ട് ഇപ്പോൾ എങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു കോഡും വർക്ക് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ നോഡ് ആദ്യം പഠിക്കാം, നമ്മൾ എന്നിട്ട് ഗെറ്റ് സെറ്റ് നോഡുകളെ പറ്റി പറയാം. സോ നമുക്ക് ആദ്യം ഈ ട്രിഗർ വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി ഞാൻ ഒരു സിമ്പിൾ നോഡ് കാണിക്കാണ്. പ്രിന്റ് എന്നൊരു നോഡ് പറയാണ്. പ്രിന്റ് എന്ന് പറയുന്നത് പ്രിന്റ് സ്ട്രിംഗ് ഉണ്ട്, പ്രിന്റ് ടെക്സ്റ്റ് ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ പ്രിന്റ് സ്ട്രിംഗ് ആണ് അധികം നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു നീല നോഡ് വരുന്നത് കാണാം. പ്രിന്റ് സ്ട്രിംഗ് ആണ്. നീല അറിയുമ്പോൾ നമുക്ക് മുകളിലെ ബാറിന് നീല കളറിലുള്ള ഒരു നോഡ് വരുന്നുണ്ട്. അതിന് ഇതിന്റെ ഒരു ഇൻപുട്ട് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഈ പോകുന്നത് കറണ്ട് ആണെങ്കിൽ, ഈ വരുന്ന ലൈനിലൂടെ കറണ്ട് വരികയാണെങ്കിൽ ഈ കറണ്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻപുട്ട് പോർട്ട് കാണാം. അപ്പൊ നോഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കുറച്ച് പോർട്ടുകൾ ഇങ്ങോട്ടേക്ക് വരും, കുറച്ച് പോർട്ടുകൾ ഇതിൽ നിന്ന് പുറത്തോട്ട് കൊടുക്കും. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന സാധനങ്ങൾ, നോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഈ പോയിന്റിലൂടെ വരുന്നതൊക്കെ ഇൻപുട്ടാണ്. അതായത് ഈ നോഡിലേക്ക് വരേണ്ട ഡാറ്റകളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും പുറത്തോട്ട് പോകണമെങ്കിൽ അത് ഈ സൈഡിലായിരിക്കും. പ്രിന്റിന് ഡാറ്റ വരുന്ന നോഡുകൾ കുറച്ചെണ്ണം ഉണ്ട്. ഇവിടെ വരുന്ന കുറച്ച് നോഡുകൾ ഉണ്ട്. ഇവിടുന്ന് പുറത്തോട്ടേക്ക് പോകാനൊന്നുമില്ല. ചില നോഡുകൾക്ക് ഇവിടുന്ന് പുറത്തോട്ടേക്ക് ഡാറ്റ കൊടുക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ ഞാനൊരു മൾട്ടിപ്ലൈ നോഡ് ഇടാണ്. ഈ നോഡിലേക്ക് നമുക്ക് കണ്ട ഇവിടുന്ന് ഡാറ്റ വരണം, 1, 2 ഡാറ്റ ഇതിൽ നിന്ന് വരണം. ഇപ്പോൾ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഗുണന നോഡാണ്. ഇതിലേക്ക് ആദ്യം വരുന്ന നമ്പറും രണ്ടാമത് വരുന്ന നമ്പറും ഗുണിച്ച് അതിന്റെ ഉത്തരാണ് ഇതിൽ നിന്ന് പുറത്തോട്ടേക്ക് പോവുക. ഇതിന് ഇങ്ങനത്തെ നോഡുകൾക്ക് വേറൊരു പ്രത്യേകം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കറണ്ട് കണക്ട് ചെയ്യാനുള്ള നോഡില്ല. അപ്പോൾ ഇങ്ങനത്തെ നോഡുകളും ഉണ്ട്. ആ നോഡുകളെ നമുക്ക് കാണാം. അതിനു മുമ്പ് നമുക്ക് ഈ പ്രിന്റ് സ്ട്രിംഗ്, ഞാൻ തൽക്കാലം അതെടുത്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഈ പ്രിന്റ് സ്ട്രിംഗിലേക്ക് ഞാൻ ഈ കറണ്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ കണക്ട് ചെയ്ത സെക്കൻഡ് തന്നെ നമ്മുടെ ഇവന്റ് നോഡ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം ട്രിഗർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഈ നോഡിന്റെ ഗ്രേഡ് ഔട്ട് പരിപാടി മാറി അത് നല്ല കളർഫുൾ ആയിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രിന്റ് സ്ട്രിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 1, 2, 3, 4, 5, 6 ഡാറ്റ അതിന് വേണം. നിങ്ങളുടെ ചിലപ്പോൾ അത് കൊളാപ്സ്ഡ് ആയി കിടക്കായിരിക്കും. ഈ താഴെയുള്ള ഈ ഏറോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് തുറക്കും. അപ്പൊ അതിലുണ്ട് ഇൻ സ്ട്രിങ് എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. പ്രിന്റ് എന്നുള്ളത് നമുക്ക് കാണാം എന്താണ് പ്രിന്റിങ് എന്നുള്ളത്. ഇതൊരു ഡീബഗ് നോഡാണ്. ഡീബഗ് നോഡ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മുടെ കോഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കാനും വേണ്ടിയുള്ള ഒരു നോഡാണ്. പക്ഷെ തൽക്കാലം നമുക്ക് ഇത് ഇപ്പോൾ ഇത് കോഡ് വർക്ക് ചെയ്യുന്നത് കാണാനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ പ്രിന്റ് സ്ട്രിംഗിൽ ആദ്യം ഇൻ സ്ട്രിംഗ് എന്നുള്ളത് ഇപ്പോൾ ഹലോ എന്നുണ്ട്. തൽക്കാലം അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇൻ സ്ട്രിംഗ് പ്രിന്റ് ടു സ്ക്രീൻ എന്നുള്ളത് ഇപ്പോൾ ഓൺ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കാം, ഓൺ ആക്കാം. പ്രിന്റ് ടു ലോഗ് എന്നുള്ളത് ഓൺ ആണ്, ഓഫ് ആക്കാം, ഓൺ ആക്കാം. അത് ഇവിടെ അല്ല, നമുക്ക് ലോഗ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ തന്നെ ഉണ്ട്. ആ സെപ്പറേറ്റിലാണ്. ഇതിപ്പോ തൽക്കാലം നമുക്ക് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നില്ല. താഴെ ടെക്സ്റ്റിന് ഒരു കളർ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ പിക്ക് ചെയ്യാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു കളർ പിക്ക് ചെയ്യാം. താഴെ ഡ്യൂറേഷൻ എന്ന് കാണാം. അവിടെ 2 ഉണ്ട്. അത് 2 സെക്കൻഡ് എന്നാണ്. അത് നമുക്ക് 1, 2, 3 ഒക്കെ ചെയ്താൽ അപ്പൊ തൽക്കാലം 2 തന്നെ ഇരിക്കട്ടെ. പിന്നെ ഒരു കീ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കീ എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് തൽക്കാലം ഇഗ്നോർ ചെയ്യാം. അതൊന്നും കൊടുത്തില്ലെങ്കിൽ അതിനൊരു ഡീഫാൾട്ട് കീ ആയിട്ട് അത് യൂസ് ചെയ്യും. അതൊന്നുമില്ല, നമുക്ക് ഒരുപാട്
മെസ്സേജസ് വരുമ്പോൾ അതിനെ ഒരുപാട് പ്രിന്റ് സ്ട്രിങ്ങുകൾ വരുമ്പോൾ അതൊരു മെസ്സേജ് പോലെ മുകളിൽ ഇങ്ങനെ കാണിക്കുക ചെയ്യാം. ഇങ്ങനത്തെ സാധനം വരുമ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. തൽക്കാലം അതവിടെ ഇഗ്നോർ ചെയ്യുക. ഇത് നിങ്ങൾ ഈ കീ എന്നുള്ളത് തൽക്കാലം നമുക്ക് ഇഗ്നോർ ചെയ്യാം. ബാക്കി ഇത്രയും കാര്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇത് ഞാൻ ഇവന്റ് ബിഗിൻ പ്ലേയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കമ്പൈൽ അടിക്കുകയാണ്. കമ്പൈൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് സേവിന്റെ പുറത്ത് കമ്പൈൽ അടിക്കണം നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല. ഈ കമ്പൈൽ ബട്ടൺ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കോഡിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ ഒരു കോഡാണ്, മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഒന്നുമില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അത് ഇവിടെ തെറ്റ് കാണിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കുന്ന അവിടെ തെറ്റ് കാണിക്കും. നമ്മൾ കോഡൊക്കെ റെഡിയാണ്, പ്രശ്നമൊന്നും ഇല്ല എന്നാണെങ്കിൽ അവിടെ ടിക്ക് ബട്ടൺ കാണിക്കും. അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ പച്ച കളറിൽ ടിക്കാണ്, തെറ്റാണെങ്കിൽ റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ കോഡിന് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് അത് ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് റൺ ചെയ്ത് നോക്കി. ഇനി നമുക്ക് ന്യൂ മാപ്പിലേക്ക് പോവാം. വേണമെങ്കിൽ ഒരു സേവ് ഓൾ അടിക്കുകയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ. ഇപ്പൊ നമ്മുടെ BP ഡോർ ന്യൂ മാപ്പ് തേർഡ് പേഴ്സണിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയില്ലെങ്കിലും ആ ചെറുതായിട്ടൊന്ന് നീക്കി വെച്ചത് സേവ് ചെയ്യണമെന്നാണ്. സേവ് ചെയ്യാം, വേണമെങ്കിൽ ഇതെടുത്ത് അൺടിക്ക് ചെയ്യുകയും ചെയ്യട്ടെ, പ്രശ്നമൊന്നുമില്ല. സേവ് അടിക്കുന്നു. എന്നിട്ട് നമുക്ക് പ്ലേ അടിച്ച് നോക്കാം. ഇപ്പൊ പ്ലേ അടിക്കുമ്പോൾ ഈ നമ്മുടെ വ്യൂ പോർട്ടിൽ വരുന്നതിന്റെ കോണിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ സെപ്പറേറ്റ് വിൻഡോയിൽ കാണാം. ഓക്കെ, അതിൽ വരുന്ന ഈ കോർണറിൽ 1 2 3 നമുക്ക് ഒന്നും കൂടെ പ്ലേ അടിക്കുകയാണ്. ഞാൻ പ്ലേ അടിക്കുമ്പോൾ 1 2 3 4 5 ഹലോ വന്നത് കാണാം, മഞ്ഞ കളറിൽ ഹലോ. നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പ്ലേ അടിക്കുകയാണ്. പ്ലേ അടിക്കുമ്പോൾ ഈ കോർണറിൽ കാണാം ഹലോ 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 5 ഹലോ വന്നിട്ടുണ്ട്. ആ 5 ഹലോയും 2 സെക്കൻഡ് നമ്മുടെ സ്ക്രീനിൽ നിന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് 5 ഹലോ എന്ന് വന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ 1 2 3 4 5 ഡോറുകളുണ്ട്. ഈ 5 ഡോറുകളും പറഞ്ഞത് എന്താ, നമ്മുടെ വ്യൂ പോർട്ടിൽ ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. ഈ ഹലോ എന്ന് പ്രിന്റ് ചെയ്യുന്നത് നമ്മുടെ ഗെയിമിൽ ഔട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ അല്ല കൊടുക്കുക. അതൊരു ഡീബഗിങ് ആവശ്യം. ഡീബഗിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവിടെ ഉള്ള വർക്ക് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്ന കാര്യത്തിന് വേണ്ടിയുള്ളതാണ്. അതായത് അത് പോട്ടെ, നമുക്ക് നമ്മുടെ ബ്ലൂ പ്രിന്റിലേക്ക് പോകാം. ഈ BP ഡോറിന്റെ ഉള്ളിൽ ഓരോ ഡോറും പറയുന്നുണ്ട് അവിടെ ഹലോ എന്ന് പ്രിന്റ് ചെയ്യാൻ. അത് 2 സെക്കൻഡ് പ്രിന്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. സോ ആ 5 എണ്ണാണ് നമ്മൾ ഈ കോർണറിൽ കണ്ടത്. ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഡോർ മാത്രം വെച്ച് ബാക്കി എല്ലാ ഡോറും ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി പ്ലേ അടിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഹലോ മാത്രമേ കാണുള്ളൂ. ആ ഹലോ പ്രിന്റ് ചെയ്ത ഡോർ അവിടെ ഇരിക്കുന്നുണ്ട്. അത് 2 സെക്കൻഡ് നിൽക്കും. 2 സെക്കൻഡ് നിൽക്കാന്നുള്ള കാരണം നമ്മളവിടെ 2 എന്ന് എഴുതിയോണ്ടാണ്. ഞാനൊരു 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കമ്പൈൽ അടിക്കണം, സേവ് അടിക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും പ്ലേ അടിക്കുകയാണ്. പ്ലേ അടിക്കുമ്പോൾ ആ ഹലോ അവിടെ കുറച്ചധികം നേരം നിൽക്കുന്നത് കാണാം. 10 സെക്കൻഡ് കറക്റ്റ് ആകുമ്പോൾ അത് പോകും. എവിടെ നിന്ന് അങ്ങോട്ട് 10 സെക്കൻഡ്, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് 10 സെക്കൻഡ് ആകുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റി. ഇനി ആ സ്ട്രിങ്ങിലുള്ള ഹലോ മാറ്റി ഞാൻ അവിടെ വേറെ എന്തെങ്കിലും എഴുതുക. അപ്പൊ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് അവിടെ നിൽക്കണം എന്നുള്ളതാണെന്ന് മനസ്സിലായി. ഞാൻ തൽക്കാലം അത് 2 സെക്കൻഡിലേക്ക് തന്നെ മാറ്റിയാണ്. എന്നിട്ട് ആ ഹലോ മാറ്റി ഞാൻ അവിടെ ഡോക്ടർ ഫോക്സ് എന്ന് എഴുതുകയാണ്. എന്നിട്ട് ഒന്നും കൂടി കമ്പൈൽ അടിക്കുന്നു, ന്യൂ മാപ്പിലേക്ക് പോകുന്നു, പ്ലേ അടിക്കുന്നു. ഇപ്പൊ അവിടെ ഹലോക്ക് പകരം ഡോക്ടർ ഫോക്സ് എന്ന ടെക്സ്റ്റ് ആണ് വന്നത്. ഒന്നും കണ്ടില്ലെങ്കിൽ ഒന്നും കൂടെ. ഇനി ഞാൻ ഈ വ്യൂ പോർട്ട് ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. നമുക്ക് ഇതൊന്ന് ചെറുതാക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ BP ഡോർ ഓപ്പൺ ചെയ്തു. അവിടെ ഇപ്പോൾ BP ഡോർ 2 എന്ന് അതിൻ്റെ ഉള്ളിൽ സെലക്റ്റഡ് ആണ്. ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. 2 സ്ഥലത്തുകൊണ്ട് സ്റ്റോപ്പ് ബട്ടൺ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് ഈ വ്യൂ പോർട്ടിലേക്ക് ഒന്ന് നോക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് നീക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് പ്ലേ അടിക്കുകയാണ്. പ്ലേ അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കറണ്ട് പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നും കൂടി സ്റ്റോപ്പ് ചെയ്യുന്നു, പ്ലേ അടിക്കുന്നു. ആ കറണ്ട് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത ആ സെക്കൻഡ് ഒറ്റ പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് കറണ്ട് പാസ് ചെയ്തു. ആ കറണ്ട് പാസ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പ്ലേ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ലൈനാണ് നമ്മുടെ കറണ്ട് ലൈൻ. ഈ കറണ്ട് ലൈനിന് ഈ 2 സൈഡിൽ 2 കണക്ഷനുകൾ ഉണ്ട്. ഈ കണക്ഷന് എക്സിക്യൂട്ടിംഗ് പിൻ എന്ന് പറയും. ഇതല്ലാതെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഇപ്പൊ ഡോക്ടർ ഫോക്സ് ആക്കി 2 സെക്കൻഡ് ആക്കി ഇതിനൊക്കെ ഓരോ കണക്ഷൻ പിന്നുകളുണ്ട്. ഇതിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രിന്റ് സ്ക്രീനും കളറൊന്നും ഞാൻ ഈ പ്രത്യേകം പറയേണ്ടില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഇൻ സ്ട്രിങ്ങിലേക്ക് വേറൊരു സാധനം കണക്ട് ചെയ്ത് നമ്മളിവിടെ എഴുതി കൊടുത്തതാണ് ഇതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ BP സെൽഫ് ഡോർ ഉണ്ട്. നമ്മുടെ വ്യൂ ബോർഡിൽ കാണുന്ന ഓരോ ഒബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ഡോർ ഹിഞ്ച് ഉണ്ട്, ക്യൂബ് ഉണ്ട്, സ്ഫിയർ ഉണ്ട്, സ്ഫിയർ 2 ഉണ്ട്, കോൺ ഉണ്ട്, സ്ഫിയർ ഉണ്ട്. അങ്ങനെ 3 ഒബ്ജക്റ്റുകൾ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ റെഫറൻസ് ചെയ്യണം. അതായത് ഈ ഹിഞ്ച് റെഫറൻസ് ചെയ്തിട്ട് വേണം അതിന് ഓപ്പൺ നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ഇതാണെന്ന് നമ്മൾ ഈ കറണ്ട് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ഈ കറണ്ട് പോകുമ്പോൾ ഇത് ഓപ്പൺ ആവണം, ഈ കറണ്ട് പോകുമ്പോൾ ഇത് ക്ലോസ് ആവണം എന്നൊക്കെ പറയണമെങ്കിൽ ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ ഈ ക്യൂബിനെയാണ് റെഫറൻസ് ചെയ്യേണ്ടത് വെച്ചാൽ വലിയ റിസ്ക് ഒന്നുമില്ല. ഈ ക്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് അങ്ങ് വലിച്ചിട്ടാൽ നമുക്ക് അങ്ങനെ ഒരു സാധനം കിട്ടും. ഇത് നമ്മൾ ആ ക്യൂബിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്. നമ്മുടെ ഡോർ ഹിഞ്ചിനെ റെഫറൻസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഡോർ ഹിഞ്ചിന് ഒരു നോഡ് കിട്ടും. അങ്ങനെ ഇവിടുന്ന് ഏത് ഒബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വലിച്ചിടാം. അപ്പൊ തൽക്കാലം ഞാൻ ഈ നോഡൊന്ന് മാറ്റി വെക്കുന്നു. അങ്ങനെ നമുക്കിപ്പോൾ ക്യൂബ് ഉണ്ട്. ഞാൻ ഈ ക്യൂബിനെടുത്ത് നമ്മുടെ സ്ട്രിങ്ങിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ കളർ നോക്കുക. ഇതിന്റെ കളർ ഇപ്പോൾ ഒരു ബ്ലൂ കളറാണ്.
സ്ട്രിങ്ങിലേക്ക് വരേണ്ട കളർ ഒരു പിങ്ക് കളറാണ്. ഈ പിങ്ക് കളറിലേക്ക് വരുന്ന ഇൻപുട്ടുകളാണ് അത് സ്വീകരിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് പിങ്ക് കളറാക്കി മാറ്റണം. പക്ഷെ നമുക്ക് അത്ര റിസ്ക് ഒന്നുമില്ല, അൺറിയൽ എഞ്ചിൻ തന്നെ ഓട്ടോമാറ്റിക്കായി കൺവേർട്ട് ചെയ്ത് തരും അത്യാവശ്യത്തിനൊക്കെ. സോ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പിങ്ക് കളർ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ചെറിയ നോഡ്, ഒരു പച്ച കളർ നോഡ് ഇട്ടത് കാണും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് എക്സിക്യൂട്ടിംഗ് പിന്ന് കാണാനില്ല. പച്ച കളർ നോഡിന് എക്സിക്യൂട്ടിംഗ് പിന്നില്ല. ഈ നോഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒബ്ജക്റ്റിന്റെ പേരെന്താന്ന് എടുക്കും. ആ പേരാണ് പിങ്ക് കളർ നോഡ്. ഈ പിങ്ക് കളർ, റെഡ് കളർ, ബ്ലൂ കളർ ഒക്കെ എന്താന്നുള്ളത് നമ്മൾ കാണും. ഇപ്പൊ തൽക്കാലം അത് ഈ പിങ്ക് കളർ നോഡാക്കി കൺവേർട്ട് ചെയ്യാന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി ഞാൻ കമ്പൈൽ ചെയ്യും, സേവ് ചെയ്യും, പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ വ്യൂ പോർട്ടിൽ സൈഡിൽ വരുന്നത് ഡോക്ടർ ഫോക്സ് അല്ല, പകരം ഒന്നും കൂടി കാണാം. നമുക്ക് കുറച്ചധികം നേരം നിൽക്കാൻ വേണ്ടി ഞാൻ ഒരു 5 സെക്കൻഡിലേക്ക് ഫിക്സ് ചെയ്യാണ്. കമ്പൈൽ ചെയ്യാം, ഒന്നുകൂടെ പ്ലേ അടിക്കാം. പ്ലേ അടിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം BP_DOOR2 ക്യൂബ് എന്ന് അവിടെ കാണാൻ പറ്റും. അതായത് ഈ ഒബ്ജക്റ്റിന്റെ പേരാണത്. ഈ ഒബ്ജക്റ്റിന്റെ പേര് ശരിക്കും ക്യൂബ് എന്നേ ഉള്ളൂ, പക്ഷെ അത് BP_DOOR-ന്റെ ഉള്ളിലെ ക്യൂബാണ്. അങ്ങനെയാണ് ആ പേര് അതിന്റെ പേരായിട്ട് വരുന്നത്. ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ഈ പേര് മാത്രമായിട്ട് എടുക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യൂബിന്റെ പേര് ശരിക്കും BP_DOOR2.cube ക്യൂബാണ്. BP_DOOR2 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇട്ടതിന്റെ പേര് BP_DOOR2 ആയതുകൊണ്ടാട്ടോ. ഇവിടുത്തെ പേരല്ല, ഇവിടുത്തെ പേരാണ്. നമ്മൾ ഡിസ്പ്ലേ ഇതിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലെ ക്യൂബ് ആണ് അത് എടുത്തത് എന്നാണ്. അപ്പൊ ഇതിന് പകരം എനിക്ക് ഇത് നേരെ കണക്ട് ചെയ്ത് അതുപോലത്തെ ഒരു നോഡ് ഉണ്ടാക്കി കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതേപോലത്തെ ഒരു നോഡ് ഉണ്ടാക്കി കിട്ടും. പക്ഷെ നമുക്കത് വേണമെന്നില്ല, കാരണം ഇപ്പൊ നമ്മളത് കണക്ട് ചെയ്താൽ മറ്റതിന്റെ കണക്ഷൻ എടുത്ത് കളഞ്ഞത് കാണാം. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് മാത്രമേ അതിലേക്ക് വരുള്ളൂ. സോ നമുക്ക് അതുമേലേക്ക് കണക്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു നോഡ് ഒന്നും കൂടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നോഡ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇതിന്റെ പേരെടുക്കാൻ ഇവനോട് പറഞ്ഞാൽ മതി. ഈ നോഡാണ് ഇതിന്റെ പേരെടുക്കുന്ന നോഡ്. ആ പേരാണ് ഈ സ്ട്രിങ്ങിലേക്ക് വരുന്നത്. സോ സ്ട്രിങ് എന്താന്നുള്ളതൊക്കെ പറയാം. സ്ട്രിങ് ഇപ്പൊ തൽക്കാലം നിങ്ങളൊരു ടെക്സ്റ്റ് എന്ന് കണ്ടാൽ മതി. അപ്പൊ ആ സ്ട്രിങ്ങിലേക്ക് വരുന്നത് നമ്മുടെ ഡോർ, ഇപ്പൊ ക്യൂബിന്റെ പേരാണ്. അതിന് പകരം ഡോറിന്റെ പേരെടുക്കണം. നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. വേറൊരു ഡിസ്പ്ലേ നെയിം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ക്യൂബിന് പകരം അത് കണക്റ്റഡ് ആയി. എന്നിട്ട് ഞാൻ ഒന്നും കൂടി കമ്പൈൽ ചെയ്യാണ്. ഇപ്രാവശ്യം നമ്മൾ പ്ലേ അടിക്കുമ്പോൾ അത് BP_DOOR2 ഡോർ ഹിഞ്ചായി. എന്തല്ല, നമ്മുടെ ക്യൂബ് അല്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് റെഫറൻസ് ഇപ്പൊ എടുക്കുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു നോഡ് വർക്ക് ചെയ്യുക. അപ്പൊ ഈ നോഡ് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ പ്രിന്റ് സ്ട്രിങ് വർക്ക് ചെയ്യും. ഈ പ്രിന്റ് സ്ട്രിങ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ താഴെ കാണുന്നതൊക്കെ. അതിന്റെ ഉള്ളിൽ പ്രിന്റ് സ്ട്രിങ് ഓൺ ആണെങ്കിൽ, ഇത് ഓഫ് ആണെങ്കിൽ ഇവിടെ അവിടെ പോയി എന്നെ പ്ലേ അടിക്കണമെന്നില്ല, ഇവിടെ അടിച്ചാലും മതി. പ്ലേ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പ്രിന്റ് ആവില്ല. അത് പ്രിന്റ് ആവണോ വേണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ പ്രിന്റ് ആയി വരുള്ളൂ. താഴെ ലോഗ് എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പ്രിന്റ് ആകുന്നുണ്ട്. തൽക്കാലം അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. താഴെ ഏത് കളർ എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നാണ് പറയുന്നത്. ഞാനൊരു ഓറഞ്ച് കളർ ഇട്ട് കഴിഞ്ഞാൽ പ്ലേ അടിക്കുമ്പോൾ അത് ഓറഞ്ച് കളർ വരും. അപ്പോൾ അത് നോക്കി അങ്ങനെ ഓരോന്ന് നോക്കുന്നതിൽ സ്ട്രിങ്ങിന് മാത്രം നമുക്ക് ഇവിടെ ഡാറ്റ അല്ല, പകരം ആ സ്ട്രിങ്ങിന്റെ ഡാറ്റ പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ പ്രിന്റ് സ്ട്രിങ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രിങ്ങിലെ ഈ ലൈനിലൂടെ എങ്ങനെ ചെറിയൊരു കുഞ്ഞു പൾസ് പോകും. ഇപ്പൊ കറണ്ട് ഇതുപോലെ പോയില്ലെങ്കിലും പൾസ് പോകാനൊന്നുമില്ല, അവിടുന്ന് ഡാറ്റ എടുക്കാന്നല്ലോ. തൽക്കാലം നമുക്ക് അങ്ങനെ നോക്കാം. അപ്പൊ ഇതുവരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നോക്കും. അപ്പൊ അത് ഈ നോഡ് പറയും ഇതിൽ വരുന്ന നോഡിന്റെ പേരാണ് ഇതിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകേണ്ടത്. അപ്പൊ ഏതാണ് ഈ വരുന്ന നോഡ് എന്നുള്ളത് ഈ ലൈനിലൂടെ നോക്കും. അപ്പൊ ആ വരുന്ന നോഡ് ഇതാണ്. അപ്പൊ ആ പേരെടുത്തിട്ട് വേണം, അതിന്റെ പേര് വേണം ഇങ്ങനെ പുറത്തോട്ടേക്ക് പോകാൻ. സോ ആ പേരെടുത്തിട്ടാണ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുക. നമ്മൾ ഈ കണക്ഷൻ കട്ട് ചെയ്യാൻ നമുക്ക് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആ ഹോളുമ ക്ലിക്ക് ചെയ്താൽ ആ കണക്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വേറെ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതിന്ന് പുറത്തുനിന്ന് ഒരു ഡാറ്റ വരേണ്ട ആവശ്യമില്ല. ആ ഡാറ്റ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ നിന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്രം വരച്ചിട്ടാണ് ഇവിടെ പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുക. ഒന്നും കൂടി പ്ലേ അടിക്കുകയാണ്, നമുക്കൊന്നും കൂടി കാണാം എന്താ റിസൾട്ട് എന്നുള്ളത്. ആ ഒറ്റ പ്രാവശ്യം നമ്മൾ പ്ലേ അടിച്ചപ്പോൾ ഒറ്റ പ്രാവശ്യം ആ സെക്കൻഡ് അതിൽ നിന്നൊരു കറണ്ട് പോയി, അത് അപ്പൊ പ്രിന്റ് ചെയ്തു, 5 സെക്കൻഡ് അവിടെ വെച്ചു, എടുത്തു കളഞ്ഞു. അത് ഒറ്റ പ്രാവശ്യം കറണ്ട് പോകാൻ നമ്മൾ കൊടുത്തത് ഈ ട്രിഗർ ആണ്. ഈ ട്രിഗറിന്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ കളി തുടങ്ങുന്നത് അപ്പോൾ എന്ത് പോകണം എന്നുള്ളതാണ്. ഇവിടുന്ന് ഞാൻ ഈ ട്രിഗർ കൊടുത്ത പകരം ഞാൻ ഈ ട്രിഗർ ആണ് കൊടുത്തത്. ട്രിഗർ പിന്നിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒന്നിൽ കൂടുതൽ പിന്നുകൾ അതുമേൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് രണ്ടും കൂടെ ഒന്നും വേണ്ട. ഇവന്റ് ടിക്ക് എന്ന് പറയുന്ന ഈ പിന്ന് ഞാൻ കണക്ട് ചെയ്യണം. ഈ പിന്ന് നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല എന്നും പറഞ്ഞ അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഇപ്പൊ കാണും. ഇനി ഞാനൊന്ന് പ്ലേ അടിക്കുകയാണെങ്കിൽ ആ ഇവന്റ് ടിക്ക് ഇപ്പൊ നമ്മുടെ വ്യൂ ബോർഡിൽ നോക്കുക, ഡോറേഞ്ച് അങ്ങനെ ചറപറാ ഇതിൽ വെച്ചിരിക്കുന്നത് കാണാം. ഈ ഇവന്റ് ടിക്ക് എന്നുള്ള കറണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. അത് എല്ലാ ഫ്രെയിമിലും, നമ്മുടെ ഗെയിമിന്റെ എല്ലാ ഫ്രെയിമിലും അതിലേക്ക് ഡാറ്റ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് കാണാനും വേണ്ടി ഞാൻ ഈ ഡ്യൂറേഷൻ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാണ്. ഇപ്പൊ എല്ലാം 5 സെക്കൻഡ് നിൽക്കുന്നുണ്ട്. നമുക്കതൊരു
0.5 സെക്കൻഡ് മതി. എന്നിട്ട് ഞാൻ വീണ്ടും പ്ലേ അടിക്കുമ്പോൾ അവിടെ 0.5 സെക്കൻഡ്, എന്നാലും അത് എൻഡ് കാണാൻ വയ്യില്ലല്ലേ. ഓക്കെ, ഇവിടെ വെച്ച് എൻഡ് ആകുന്നുണ്ട്. ടെക്നിക്കലി അത് അവിടെ വെച്ച് എൻഡ് ആകല്ല, ഓരോന്നോരോന്ന് അവിടെ നിന്ന് മയയുമ്പോൾ അത് ഇങ്ങനെ മുകളിലോട്ടേക്ക് കയറി പോവാണ്. പക്ഷെ ഇവന്റ് ടിക്ക് നോക്കുക, ഇത് നിൽക്കുന്നേല്ല. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് കഴിയുന്നത് വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ചെറിയൊരു നോഡ് ആയതുകൊണ്ട്, ഒരു സാധനം പ്രിന്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗെയിമിനെ വലിയ രീതിയിലൊന്നും ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിപ്പോ വലിയൊരു കാൽക്കുലേഷനുള്ള ഒരു നോഡാണെന്ന് ചോദിക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, അവിടെ വരുന്നു, ഒരു ഡോർ തുറക്കാൻ നമ്മുടെ ബോക്സിന്റെ അടുത്ത് വരുന്നു. ആ ബോക്സിലേക്ക് വന്ന ആള് നമ്മുടെ ക്യാരക്ടറാണോ വേറെ ഏതെങ്കിലും ക്യാരക്ടറാണോ എന്ന് കൺഫേം ചെയ്യുന്നു. ഇനി ബോക്സ് തുറക്കുന്ന ആളുടെ കയ്യിൽ കീ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഡോർ തുറക്കുക എന്നുള്ളതിലേക്കാണ് നമ്മളിങ്ങനെ ഒരു ഇവന്റ് ടിക്ക് കണക്ട് ചെയ്ത് നിൽക്കാം. അപ്പൊ ഈ കറണ്ട് ഇങ്ങനെ ഇത്രയും നോഡുകളുടെ ഇടയിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗെയിമിന്റെ കാൽക്കുലേഷൻ ടൈം ഒരുപാട് കൂടും. അതുകൊണ്ടാണ് നമ്മൾ അധികം ഇവന്റ് ടിക്ക് യൂസ് ചെയ്യാത്തത്. അതിന് പല ട്രിഗേഴ്സ് ഇനിയും നമ്മൾ കാണും. ഈ ട്രിഗറിന് വേണ്ടി നമ്മൾ ഒരു സെപ്പറേറ്റ് ക്ലാസ് വെക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ട്രിഗേഴ്സ് ഇനിയും കാണും. മാത്രമല്ല നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ പറയുകയും ചെയ്യും. ഇനി നമുക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ട്രിഗർ നമ്മൾ കണ്ടു. വേറെ ടൈപ്പ് ഓഫ് ട്രിഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ബ്ലൂ പ്രിന്റിൽ അത് വർക്ക് ചെയ്യില്ലെങ്കിലും കൂടെ ഞാനൊന്ന് കാണിക്കാന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കീബോർഡിൽ ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കുമ്പോൾ, ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതാം. നമുക്കിപ്പോൾ കീബോർഡ് ഈ ബട്ടൺ ഞെക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ കീബോർഡ് നടിക്കുമ്പോൾ കീബോർഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ പി ബട്ടൺ അടിക്കാം. അപ്പോൾ പി എന്ന് കീബോർഡിന്റെ ചിത്രം ഉള്ളത് കാണും. ഈ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അത് സെർച്ച് ചെയ്യുന്നത് ഇതിന് എടുക്കാൻ മടിച്ചിട്ട് ഞാൻ ആക്കിയെന്നുള്ളൂ. അങ്ങനെ പോയാൽ നമുക്ക് ഈ കിട്ടും. വേണമെങ്കിൽ ഈ തന്നെ ആക്കാം. ഈ എന്ന കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ട്രിഗർ കിട്ടും. ആ ട്രിഗറിന് 2 ട്രിഗർ പോയിന്റുകളുണ്ട്. ഇതിലിപ്പോൾ വർക്ക് ചെയ്യില്ല, അതിന് കുറച്ച് പണികളുണ്ട്, നമുക്ക് പിന്നെ കാണാം. പക്ഷെ ഞാൻ അതിൽ 2 ട്രിഗർ പോയിന്റുകളുണ്ട്. ആ ട്രിഗർ പോയിന്റിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ, നമ്മളെ കീബോർഡിൽ ഞെക്കുമ്പോൾ ആണ് ട്രിഗർ ചെയ്യേണ്ടതെങ്കിൽ ഇത് കണക്ട് ചെയ്യും. അല്ല ഞെക്കി വിടുമ്പോൾ, നമ്മൾ ഈ ഞെക്കിയിട്ട് അത് റിലീസ് ചെയ്യുമ്പോഴാണ് അത് ട്രിഗർ ചെയ്യണമെങ്കിൽ ഇത് കണക്ട് ചെയ്യും. മറ്റത് രണ്ടും നമുക്ക് കണക്ഷൻ എടുത്ത് കളയാം. ഓൾട്ട് പ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് പിന്നിലോ ഏതെങ്കിലും ഒരു പിന്നുമേലോ ക്ലിക്ക് ചെയ്താൽ അത് ഡിസ്കണക്ട് ആവും. കൺട്രോൾ ഞെക്കിയിട്ടാണെങ്കിൽ നമുക്ക് അത് എടുത്ത് ഇങ്ങനെ വേറെ ഒന്നുമേലേക്ക് കണക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി റെഡ് ഒന്ന് പച്ചാക്കി കൺവേർട്ട് ചെയ്തൊക്കെ കാണാം. പോട്ടെ, തൽക്കാലം അങ്ങനെ ഇരിക്കണം. സോ ഇപ്പോൾ ഈ പ്രസ് ചെയ്താൽ അത് വർക്ക് ചെയ്യില്ല. കാരണം അതിന് ഈ ഡോറുമൊന്ന് കീ എടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഫോണ് ഇതെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല അതിന്. പക്ഷേ ഇത് ഒരു ട്രിഗറാണ്. വേറെ ടൈപ്പ് ഓഫ് ട്രിഗറുകളുണ്ട്. ആ ട്രിഗറിൽ നമ്മൾ അതിന്റെ എത്ര ദൂരെ ആ ട്രിഗറിൽ നമ്മുടെ ക്യാരക്ടർ അടുത്തെത്തുമ്പോൾ ട്രിഗർ ചെയ്യുന്ന ഒരു ട്രിഗറൊക്കെ നമ്മൾ പിന്നീട് കാണും. ഏതായാലും നോഡ്, നമ്മുടെ ബ്ലൂ പ്രിന്റിലെ നോഡുകൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൽ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത് വേറൊരു പ്രിന്റോ വേറെ ഒരുപാട് നോഡുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു പ്രിന്റ് കാണിക്കാണ്. ഒരു പ്രിന്റും കൂടി ഇനി കണക്ട് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ വീണ്ടും പ്രിന്റ് സ്ട്രിങ് അടിക്കുന്നു. ഇതിലിപ്പോൾ തൽക്കാലം ഹലോ ഇരിക്കട്ടെ. എന്നിട്ട് ഈ നോഡ് ടെക്സ്റ്റ് വന്നതിന് ശേഷം അടുത്തത് പ്രിന്റിംഗ് ആണെങ്കിൽ ഇതിലേക്ക് കറണ്ട് വന്നു, ഇത് പ്രിന്റ് ചെയ്തു, പിന്നെ അതിന് ശേഷം വരികയാണ്. ആ പ്രിന്റിന്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പോകും. ഇനി ഇതൊന്ന് ഞാൻ അടുത്ത് വെക്കുകയാണ്, രണ്ടിന്റെയും ട്രിഗർ പോകുന്നത് കാണാൻ വേണ്ടി. എന്നിട്ട് ഒന്നുകൂടി പ്ലേ അടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇപ്പോൾ ബിഗിൻ പ്ലേ ചെയ്യുമ്പോൾ തന്നെ പ്രിന്റ് ആവും. നമ്മുടെ ഡോർ ഹിഞ്ചിന്റെ പേര് അവിടെ പ്രിന്റ് ആകും. അത് കഴിഞ്ഞതിന് ശേഷം അതും ഓറഞ്ച് കളറിൽ പ്രിന്റ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടേക്ക് പ്രിന്റിലേക്ക് പോകും. അവിടെ ഹലോ നീല കളറിൽ പ്രിന്റ് ആവും. നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഹലോ വന്നു, പിന്നെ ബി പി ഡോർ വന്നു എന്നുള്ളത് പോലെയാണ് വന്നത്. പക്ഷെ ടെക്നിക്കലി ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ആദ്യം വന്ന് ബി പി ഡോർ ആണ്. നമുക്ക് താഴെ മുകളിലോട്ടാണ് ഈ സാധനം മുകളിലാണ് വന്ന് ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്നാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ ചെറിയ ഡിലേ ഒക്കെ കൊടുക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇവിടെ ഡിലേ എന്ന് പറഞ്ഞ് ഒരു നോഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് ഡിലേ ഇട്ടതിന് ശേഷം അത് പ്രിന്റ് ആവും. നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ കറണ്ട് പോകുന്നത് കാണാനും വേണ്ടി ഞാൻ ചെറുതായിട്ടൊരു ഡിലേ കൊടുക്കുകയാണ്. ഒരു 2 സെക്കൻഡ്, 0.2 സെക്കൻഡ് അല്ല 2 സെക്കൻഡ് ഡിലേ ഞാൻ അതിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പ്ലേ അടിക്കുമ്പോൾ കാണാം. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര ചെറുതാക്കി വെക്കാം തൽക്കാലം അത് കാണാനും വേണ്ടി. ആദ്യം നമ്മുടെ ഇവന്റ് ബിഗിൻ പ്ലേ എന്ന് കറണ്ട് പോകും, ഇത് വർക്കാവും. പിന്നെ ഈ ഡിലേയിലേക്കും കറണ്ട് പോകും. പക്ഷേ ആ ഡിലേന്ന് പുറത്തോട്ടേക്ക് പോകണമെങ്കിൽ ഈ 2 സെക്കൻഡ് വെയിറ്റ് ഉണ്ട്. അതാണ് ഈ നോഡ് ചെയ്യുക. നമുക്കതൊന്ന് പ്ലേ അടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ആ കറണ്ട് അവിടെ പോയി. ആ 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തോട്ട് പോകണത് കാണാം. ഒന്നും കൂടി ഞാൻ പ്ലേ അടിക്കുന്നു. ഇവിടേക്ക് കറണ്ട് വന്നു. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം പുറത്തോട്ടേക്ക് കറണ്ട് പോയി. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാം. ഞാനൊരു 5 സെക്കൻഡ് ലേറ്റ് ഇടുന്നു. അപ്പോൾ ആ കറണ്ട് വന്നു, ഇത് വർക്കായി. അവിടെ നമ്മുടെ വ്യൂ പോർട്ടിൽ അത് വരുന്നുണ്ട്. ഒന്നും കൂടെ സ്റ്റോപ്പ് പ്ലേ. ഇവിടെ കാണാം ആദ്യത്തേത് പ്ലേ ആയി. വെയിറ്റ് ചെയ്യുന്നു. 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന്
കറണ്ട് പോകുന്നു. രണ്ടാമത്തെ ഹലോ നമുക്ക് അവിടെ പ്രിന്റ് ആയത് കാണാം. സോ ഇതാണ് ഇവിടുത്തെ പ്രോഗ്രാമിംഗ് മെത്തേഡ്. ഇപ്പോഴും നമ്മൾ ഡോർ തുറക്കുന്നത് കാണിച്ചിട്ടില്ല. ഡോർ തുറക്കുന്നത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ കാണുന്നതാണ്. ഡോർ തുറക്കുന്നത് നമ്മൾ ലൈവിലും കാണും, പിന്നെ അതിന്റെ ഒരു റെക്കോർഡ് വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാവുകയും ചെയ്യും. കഴിയുന്നതും ലൈവ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ലൈവിൽ നമ്മൾ കുറച്ചുകൂടി ഡിസ്കഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടുള്ള പോക്കായിരിക്കും. അതിനുശേഷം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ എന്നുള്ളത് അറിയാനും വേണ്ടിയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഈ നോഡ് ഒന്ന് നോക്കാം. ഈ കളർ കോഡിലേക്ക് ഒന്ന് നോക്കാം. ഈ കളർ കോഡിലെ റെഡ് കളർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് ട്രിഗർ നോഡ്സ്. ഇവിടെ ഇവന്റ് നോഡുകൾ എന്ന് പറയും. ഈ ഇവന്റ് സംഭവിച്ച സെക്കൻഡ് എന്ന് പറയുന്നതിന് ഇവന്റ് നോഡ് അല്ലെ ട്രിഗർ നോഡ്. ഈ റെഡ് കളർ മുകളിൽ ഇങ്ങനെ ബാറുള്ള റെഡ് കളർ നോഡുകൾ അതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഉള്ളതെല്ലാം നീല കളറാണ്. ഇതൊക്കെ സെറ്റ് നോഡുകളാണ്. സെറ്റ് നോഡ് പറഞ്ഞാൽ ഇന്നൊരു കാര്യം സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന നോഡ്. അതായത് ഈ നോഡ് പറയുന്നത് ഇന്ന കാര്യം പ്രിന്റ് ചെയ്യാനാണ്. ഈ പ്രിന്റ് ഇതാണ് പ്രിന്റ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ നോഡുകൾ ഉണ്ടാവും. ഇതിന്റെ റൊട്ടേഷൻ ഇങ്ങനെ ആക്കി വെക്കുക, അല്ലെങ്കിൽ ഇതിന്റെ പ്ലേസ് ഇവിടെ വെക്കുക. നമ്മുടെ ഗെയിമിൽ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഒബ്ജക്റ്റ് നടക്കുമ്പോൾ അത് വന്ന് വേകുമ്പോൾ അത് പൊട്ടണം എന്ന് പറയുന്ന നമുക്കൊരു കമാൻഡ് ചെയ്യാണ്. ഇന്നതാണ് അവിടെ സംഭവിക്കേണ്ടത് എന്ന് പറയുന്ന നോഡുകൾക്ക് അധികവും, ഞാൻ എല്ലാത്തിനും എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ കളർ കോഡ് സെറ്റപ്പ് പറയാണ്. ഈ മുകളിൽ ഇരിക്കുന്നതിന് നീല കളർ ഇതായിരിക്കും. നമ്മളിപ്പോൾ അവിടെ റൊട്ടേഷൻ ഇന്ന 0 റൊട്ടേഷനിലേക്ക് തിരിച്ചു വെക്കണം എന്ന് പറയുകയാണെങ്കിൽ സെറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു നോഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. സെറ്റ് ആക്ടർ റൊട്ടേഷൻ, അതിന്റെ കളറും മുകളിൽ നീല കളറായിരിക്കും. ഈ ട്രിഗറിലേക്ക് വരുമ്പോൾ, ഈ എക്സിക്യൂട്ട് പിന്നിലേക്ക് വരുമ്പോഴാണ് അത് വർക്ക് ചെയ്യുക. ഏത് ഒബ്ജക്റ്റ് അത് നമുക്ക് കാണാം, ഏത് റൊട്ടേഷനിൽ സെറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്ന ഈ നോഡും നീല കളറായിരിക്കും. പിന്നെ രണ്ടാമത് വേറെ ടൈപ്പ് കളർ ഉള്ളത് പച്ച കളറാണ്. ഈ പച്ച കളർ നോഡുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡാറ്റ എടുത്ത് അതിനെ കൺവേർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടോട്ടലി അതൊന്ന് മാത്രമായിട്ടോ, മിക്കവാറും അത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഒരു ഡാറ്റ എടുത്ത് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ഡാറ്റ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള പിന്നുകൾക്ക് എക്സിക്യൂട്ടിംഗ് പിന്ന് വേണ്ട. അതായത് അതിലേക്ക് കറണ്ട് വന്നോളണം എന്നില്ല. നമ്മളൊരു സാധനം അതിനെ ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ, ഈ പ്രിന്റ് ഇതൊക്കെ സെറ്റ് നോഡുകൾ ഒരു സാധനം ചേഞ്ച് ചെയ്യാണ്. ആ ചേഞ്ച് ചെയ്യാൻ പറയുന്നതിന് മാത്രമേ നമുക്ക് കറണ്ട് വരേണ്ട ആവശ്യമുള്ളൂ. നമ്മളൊരു ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ ഒരു ബുക്ക് തുറന്നു വെച്ചാൽ മതി. നമ്മൾ ആ ബുക്ക് മേലെ കറണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇപ്പൊ തൽക്കാലം അങ്ങനെ കാണും. നമ്മൾ കറണ്ടിന്റെ രീതിയിൽ പോകുന്നതുകൊണ്ട് കേട്ടോ. ഏതായാലും അങ്ങനെയുള്ള നോഡുകൾക്ക് എന്താവശ്യമില്ല, ഇതാവശ്യമില്ല. കാരണം അത് എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നത് ആ സെറ്റ് ചെയ്യുന്ന നോഡാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂഷൻസ് ബാക്കി ഉണ്ടാവും എനിക്കറിയാം. അത് നമുക്ക് ലൈവില് ക്ലിയർ ആക്കാം. ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നവരാണെങ്കിൽ ആ ലൈവ് അവിടെ പബ്ലിക് ആയിട്ട് അവൈലബിൾ ആണ്, അതും കാണുക. ഏതായാലും അങ്ങനെ ഒരു ഗ്രീൻ ടൈപ്പ് ഓഫ് നോഡുകൾ ഉണ്ട്. ഇതിന് ഗെറ്റ് നോഡുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഗെറ്റ് നോഡുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കല്ല, അങ്ങനെ തന്നെയാണ് പറയാം. ഗെറ്റ് നോഡുകൾ, സെറ്റ് നോഡുകൾ. ഇതിൽ നിന്ന് ഡാറ്റ എടുക്കുകയുള്ളൂ. നമ്മളൊരു ഡാറ്റ ചേഞ്ച് ചെയ്യുന്നില്ല, അവിടെ നിന്ന് റീഡ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ സെറ്റ് നോഡുകളുടെ ഉള്ളിലാണ് നമ്മൾ ഡാറ്റ സെറ്റ് ചെയ്യുന്നത്. ആ സെറ്റ് നോഡുകൾക്കാണ് നമ്മുടെ കറണ്ടിന്റെ പിൻ ഉണ്ടാകുക. ചില ഗെറ്റ് നോഡുകൾക്ക് അത് ഉണ്ടാകും, ചിലതിന് നമുക്ക് ഓഫ് ആക്കാം. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ആ സിറ്റുവേഷൻസ് നമ്മൾ പിന്നീട് കാണും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് പെട്ടെന്ന് കത്താനും വേണ്ടി നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. ഗെറ്റ് നോഡുകൾ, സെറ്റ് നോഡുകൾ, ട്രിഗർ നോഡുകൾ. ഈ 3 നോഡുകളുടെയും ഡിഫറൻസ് മനസ്സിലാക്കുക. ട്രിഗർ നോഡുകൾ അല്ലെങ്കിൽ ഇവന്റ് നോഡുകൾ ഒരു കാര്യം എപ്പോൾ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നോഡുകളാണ്. ഒന്നിന്റെ ഉള്ളിലേക്ക് 2-3 ട്രിഗറുകളൊക്കെ കണക്ട് ചെയ്തിടാം. ഓരോ ടൈമിലും ഈ നോഡ് ഇതേ കോഡ് തന്നെ വർക്ക് ചെയ്യും. സെറ്റ് നോഡുകൾ ഒരു സാധനം ചേഞ്ച് ചെയ്യുന്ന നോഡുകളാണ്. ഒരു ഒബ്ജക്റ്റിന്റെ റൊട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം, ഒരു സ്ഥലത്ത് അത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സെറ്റ് നോഡുകളാണ്. അതിന് ബ്ലൂ കളർ കോഡുകളാണ് മുകളിൽ ഉണ്ടാകുക. പിന്നെ ഗെറ്റ് നോഡുകളുണ്ട്. ഗെറ്റ് നോഡുകൾക്ക് ഗ്രീൻ കളർ കോഡുകൾ ഉണ്ടാവും, അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇതൊരു ഗെറ്റ് നോഡ് ആണില്ല, ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു ബ്ലൂ കളർ ആണെങ്കിൽ. അപ്പോൾ എപ്പോഴും അതാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഈ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത് തന്നെ പറയും. പക്ഷെ ഗെറ്റ് നോഡുകൾ കോമൺ ആയിട്ട് ഈ ഗ്രീൻ കളർ നോഡുകൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ നോഡിൽ നിന്നുള്ള റീഡ് ചെയ്ത ഡാറ്റയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അൺറിയലിന്റെ ബ്ലൂ പ്രിന്റ് വെച്ച് പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ കണ്ടത് ഒരു സ്റ്റാർട്ട് മാത്രമാണ്. ഇനിയും ഒരുപാട് ലിസ്റ്റ് ഓഫ് നോഡ് അതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടത് നിങ്ങൾ ആ റൈറ്റ് ക്ലിക്ക് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ എല്ലാം ഒന്നും നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീണ്ടും ഇവിടെ യൂസ് ചെയ്യും. നിങ്ങൾ വീണ്ടും യൂസ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരും. പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന പേര് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അങ്ങനെയും വരും. ഇനി അതും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി, നമ്മുടെ ഡിസ്കോഡ് ചാനലിൽ അവിടെ ചോദിച്ചാലും മതി, ഞാൻ പറഞ്ഞു തരും. ഏതായാലും ഇതും ഇതിന്റെ കുറച്ച് ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് ലൈവിൽ കാണാം. അടുത്ത ലൈവ് എന്തായാലും അറ്റൻഡ് ചെയ്യാം. സോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ